നമ്മൾ എങ്ങനെ ഓർഡർ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൊടുക്കുന്ന ഓർഡർ നമ്മൾ 2200 പുട്ട് ഓപ്ഷൻ കണ്ടില്ലേ, പി 22,800 പി ആണ്. 420 എബോ പൈ ആണ്. 390 സ്റ്റോപ്പ് ലോസ്, 440 ടാർഗറ്റും. അതായത് 30 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, 20 രൂപ ടാർഗറ്റാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളത്. ഇനി ചെയ്യുന്നത് നമ്മൾ നേരെ ചെല്ലുക, 52,800 വാച്ച് ലിസ്റ്റ് എടുക്കുക. 52,800 പി 52,800 പി സെറ്റ് ചെയ്യുക. ബാക്ക് വരിക. അതിൻ്റെ വില ഇപ്പോൾ 375 നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ എടുക്കുക, ബൈ കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി വേണം നമുക്ക് സെറ്റ് ചെയ്യുക? 60 ക്വാണ്ടിറ്റി. 420 ആണ് നമ്മൾ ബൈ വെക്കുന്നത്. ഇപ്പോൾ 376 നടക്കുന്നത്. ബിയോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ബിഒ SL സെലക്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ആ ട്രിഗർ പ്രൈസ് എന്നുള്ളത് 420 കൊടുക്കുക. ഓക്കെ, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് 370 എന്ന് പറയുമ്പോൾ 390, 30 രൂപ സ്റ്റോപ്പ് ലോസാണ് കൊടുക്കുന്നത്. നഷ്ടം നമ്മൾ സഹിക്കാൻ റെഡിയാണ്. ടാർഗറ്റ് 20, 420 മേടിക്കുകയെന്നുണ്ടെങ്കിൽ 440 ടാർഗറ്റ്. 420 മേടിക്കുമ്പോൾ 30 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390 സ്റ്റോപ്പ് ലോസ്. മനസ്സിലായല്ലോ? ഓർഡർ ബൈ ഓർഡർ എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ പെൻഡിങ് ഓർഡറിൽ കാണിക്കും 52,800 പുട്ട് ഓപ്ഷൻ, 420 ബൈ ആണ്. പിന്നെ അപ്പോൾ തന്നെ അത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത്, അപ്പോൾ 420 പ്രൈസൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇപ്പോൾ ഈ ഓർഡർ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ കറക്റ്റ് 420 എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് അത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസും പ്ലേസ് ആയിട്ടുണ്ടാകും, ടാർഗറ്റും പ്ലേസ് ആയിട്ടാണ്. ടാർഗറ്റ് 420 ആണ്. 20 പോയിൻറ്റ് നട്ടെടുത്തത് 20 ആണ്. അപ്പോൾ 440 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് 30 രൂപയാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടെടുത്തുള്ളത്. അതായത് 30 രൂപ വരെയുള്ള നഷ്ടം ഞാൻ സഹിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 390 ആകുമ്പോഴേക്കത് കട്ടാവും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവണം. വെയിറ്റ് ചെയ്യാം. കാരണം 392 വരെ പോയി. പക്ഷെ കാര്യമില്ല, 420 തന്നെ എത്തണം. അതിനെന്ത് വരണം? മാർക്കറ്റ് കുറച്ചുകൂടെ കീപ്പോട്ടേക്ക് വരണം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 52,560 മാർക്കറ്റ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വീട്ടിലായതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. മാർക്കറ്റ് ഇറങ്ങിയുണ്ടോ? മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ ഡൗൺ ആവണം. എനിക്ക് ഏകദേശം ഒരു 42,500 വന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ നടക്കും. ഒരു 40 പോയിന്റ് മാർക്കറ്റ് ഇറങ്ങണം. ഇറങ്ങി കണ്ടില്ലേ? ഇറങ്ങി മാർക്കറ്റ് നല്ലൊരു ഡൗൺ കാണിക്കണം മാർക്കറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ട്രേഡ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വില നോക്കാം. ഓർഡേഴ്സിൽ പെൻഡിങ് ഇതാണ് 394 എത്തിയിട്ടുണ്ട്. കൂടി വരും. പുട്ടാണ് എടുത്തിട്ടുള്ളത്. 400 ബ്രേക്ക് ചെയ്ത് 420 ബ്രേക്ക് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് പിന്നെ 0.14% കുറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റ് ക്രാഷ് ആയിട്ട് പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 52,500 ചോടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരണം. മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 420 എന്നുള്ളത് മാറ്റിയിട്ട് 385 ഷുഗർ പ്രൈസും 385
എന്ന് മാത്രമേ വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, മറ്റേതിന് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, മറ്റേതിൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. 420 അടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വില 420 ചോടെയാണ്, 15 നിന്നുകൊണ്ടാണ് നമുക്ക് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് 440, സ്റ്റോപ്പ് ലോസ് 390 എന്ന് കാണാൻ പറ്റും. ഓക്കെ, പൊസിഷൻസിൽ പോയിട്ട് പോർട്ട്ഫോളിയോ നോക്കിയാൽ മതി. അപ്പോൾ 240 രൂപ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റിലേക്ക് എത്തി. 440 നമ്മുടെ ടാർഗറ്റ് വരുന്നത്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ മാർക്കറ്റ് ഒന്നും കൂടെ ഇറങ്ങണം. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന മാർക്കറ്റ് ഒന്നും കൂടെ കീപ്പോട്ട് വരണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 400 ഈ വീട്ടിലായതുകൊണ്ട് റേഞ്ച് കുറച്ച് കുറവാണ്. പിന്നെ 52,500 ചോളേക്ക് വന്നു. ഓക്കെ, കുറച്ചും കൂടെ മാർക്കറ്റ് ഇറങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ട്രേഡിൻ്റെ പൊസിഷൻ നോക്കുക. കട്ടായിപ്പോയി, എക്സിക്യൂട്ട് ചെയ്തു, ടാർഗറ്റ് അടിച്ചു. അതായത് 420 മേടിച്ചു, 440 സെല്ല് ചെയ്ത് പോവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട രീതി. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതായത് മാർക്കറ്റ് നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുമ്പോഴാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പോൾ ഇനി എന്ത് ചെയ്യണം, 420 423 425 427 430 43 445 447 450 420 സോറി 430 മാറിയതാണ്. 435 437 440 അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. 2-3 ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ കുറച്ച് ശിഷ്യങ്ങളും നമുക്കുള്ളതാണ്. പാവങ്ങൾ, കുട്ടികൾ 420 423 425 427 ഒരുപാട് ടീമുള്ളത് കൊണ്ട് തന്നെ അത് ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ടുണ്ട്. ആ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവരൊക്കെ അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ട്രേഡ് ആക്റ്റീവ് ആയിട്ട് ശേഷം ഞാനതൊക്കെ ഗ്രൂപ്പിൽ എത്തുമ്പോഴേക്ക് സമയം എടുക്കുന്നുണ്ട് വെച്ചാൽ ഇവിടെ ഇന്ത്യ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനകത്ത് കാണിച്ചു തന്നു. അതായത് ബാങ്ക് നിഫ്റ്റി പണിയായതുകൊണ്ട് ഇവിടേക്ക് ഇറങ്ങി ഓഫീസിൽ ഒന്നും ഇറങ്ങിയിട്ടില്ല. ചെയ്യാനുണ്ടോ.
മാർക്കറ്റ് നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ കയറി ഇറങ്ങി ഞാൻ 452 എത്തി. അതൊന്നും ചുടയിൽ എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 420 പ്രൈസ് പർച്ചേസ് ചെയ്യാനും കഴിഞ്ഞു. ആ സംഗതി എന്തോ ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലോട്ട് ഇറങ്ങി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതെല്ലാം ഇപ്പം നമ്മളിവിടെ അടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യും. അപ്രണ്ടിലേക്കാണ് നമ്മൾ കണ്ണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നോക്കിയിട്ട് സ്ട്രൈക്ക് പ്രൈസ് എന്ത് ചെയ്യും, ബൈ ചെയ്യാണ് ചെയ്യുക. സി ആണ് ബൈ ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 22,800 PE അറിയാം. 9/19 ഞാൻ തന്നത്. അത് 420 എബവ് ആണ് മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓർഡറിൽ ആലീസ് ബ്ലൂവിൽ ബ്രാക്കറ്റ് ഓർഡറിൽ 420 കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും 30 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസും. ടാർഗറ്റ് 20 പോയിൻ്റാണ് കാണാറുള്ളത്. എന്താ വെച്ചാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ടാർഗറ്റ് അടിച്ചൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് 30 പോയിൻ്റ് ഞാൻ യൂസ് ചെയ്യല്. എൻ്റെ സ്ട്രാറ്റജി ആണ്. അപ്പോൾ നമ്മൾ 420 ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് ഫോളോ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 420, 23, 25, 27, 430, 33, 35, 437, 440 വെച്ചു. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരുപാട് ട്രേഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമുക്ക് ലിമിറ്റഡ് ട്രേഡ്, നമുക്ക് അതിനകത്തൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്. ഇപ്പോൾ ഇന്ന് 420 മേടിച്ച് 430 മേടിച്ചത് എന്ത് ചെയ്തു, ഞാൻ സാധാരണ 75 പീസാണ് എടുക്കാറുള്ളത്. ഇന്നിപ്പോൾ 60 പീസ് എടുത്തുള്ളൂ. കാരണം 420 മുകളിലായതുകൊണ്ട് ഞാൻ 400 × 75 കീപ്പ് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ നമ്മൾ. അപ്പോൾ ഇന്ന് 60 ക്വാണ്ടിറ്റി മാത്രമേ എടുക്കാൻ പറ്റിയതുള്ളൂ. അതായത് 15ൻ്റെ ഗുണിതങ്ങളല്ലേ എടുക്കാൻ പാടുള്ളൂ. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 15 ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇന്നൊരു 1,200 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ 1,200 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന കോപ്പി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ മാസ്റ്റർ അക്കൗണ്ടിൽ ചെയ്യുന്ന എല്ലാ ട്രേഡുകളും എല്ലാ കോപ്പിയിങ്ങിൻ്റെ ആളുകൾക്കും എക്സിക്യൂട്ടായിട്ട് വരും. അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ഏതാണ്ട് ഈ റേഞ്ചൊക്കെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് അതേപോലെ ഉണ്ടാവും. എനിക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ലോസ് ആയിക്കാരം. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതേപോലെ പ്രോഫിറ്റ് ഉണ്ടാവും. ഒരിക്കലും നമുക്കൊരു ഗ്യാരൻറ്റിയോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇതേപോലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. പിന്നെ അറിയാത്ത ആളുകൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരാണ്, മാർക്കറ്റ് എവിടെയാണോ പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്നത്, സെൻസസ് അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഷെയർ ഒന്നും നിൽക്കുന്നത് വെച്ചെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട്, അതായത് നമുക്ക് മാർക്കറ്റിൻ്റെ ഏകദേശം പോയിൻറ്റ്സ് ഇപ്പോൾ 200 പോയിൻ്റ് 300 പോയിൻ്റൊക്കെ മാർക്കറ്റ് പ്ലസ് ആവും എന്നുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രൈക്ക് പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ എബോവ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോളാണ് ആ നേരത്ത് ബൈ ചെയ്യുക, സി ആണ് ബൈ ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്താൽ, നമ്മൾ കരുതിയപോലെ തന്നെ മൂവ് ചെയ്താൽ നമ്മുടെ സിയുടെ വില കൂടി നമുക്ക് ടാർഗറ്റ് അടിക്കും. അതല്ല മാർക്കറ്റ് അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് കീപ്പോട്ടോട്ട് ഡൗൺ ട്രെൻഡാണ് അടിച്ചത്, നമുക്ക് എന്ത് കിട്ടും, നഷ്ടമായിരിക്കും ഉണ്ടാവുക. നമ്മൾ SL അടിച്ച് പോകും. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നിടത്ത് നിന്ന് മാർക്കറ്റ് ഡൗൺ ആവും, ക്രാഷ് ആവും എന്നുള്ളൊരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂ നോക്കിയതിന് ശേഷം നമ്മളൊരു പുട്ടാണ് ബൈ ചെയ്യേണ്ടത്. ഡൗൺ ആകുമ്പോൾ പുട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 52,800 ആ റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ 700 ആ റേഞ്ചിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് 52,500 കീപ്പോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാകുമ്പോൾ നമ്മൾ ആ പുട്ട് ബൈ ചെയ്തു, PE. അതല്ല 52,500 നിന്ന് മാർക്കറ്റ് 52,700 200 പോയിൻ്റ് മാർക്കറ്റ് പ്ലസ് ആകും എന്നുള്ളൊരു അസംഷനാണ് നമുക്കെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മേടിക്കേണ്ടത് കോളാണ് മേടിക്കേണ്ടത്, സി മേടിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ബൈ ഓർഡർ ഞാൻ തരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവ് ആണ്. നിങ്ങൾക്ക് മേടിക്കാനും എടുക്കാനും ഇതൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനും സമയമുണ്ട്, അതിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇല്ലത്ത് അല്ലെങ്കിൽ അമ്മാത്ത് എന്നുള്ളൊരു കണ്ടീഷൻ എനിക്ക്. അതായത് ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂടുതൽ വെക്കാൻ കാരണം എൻ്റെ പോളിസി അങ്ങനെയാണ്. പക്ഷേ നമുക്ക് അധികം സ്റ്റോപ്പ് ലോസ് അടിക്കാറില്ല.
അടിച്ചാൽ തന്നെ കുറച്ച് വലുതായിരിക്കും. ടാർഗറ്റ് തന്നെ അടിച്ചിട്ട് മന്ത് എൻഡിലേക്ക് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം കൂട്ടി നോക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരു മാസം നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു ക്യാപിറ്റൽ നമുക്ക് 1,00,000 റുപ്യാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 രൂപ ഒരു മാസം അവസാനം നമുക്ക് പ്രോഫിറ്റ് ലോസും കൂട്ടി കിഴിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ, ദാറ്റ് മീൻസ് നമ്മൾ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു പ്രോഫിറ്റാണത്. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ കുറേ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ ട്രേഡ് ചെയ്ത് 10-20 ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നതിലല്ല, പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസിലാണ് കാര്യം. മനസ്സിലാവുണ്ടോ? 30,000 ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 75 പൈസ മേടിക്കാറുള്ളത്. പക്ഷേ ഇന്ന് 420 റേഞ്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാപിറ്റൽ ചെറിയ ഷോർട്ടേജ് വന്നു. ഞാൻ 30,000 മാത്രമേ ക്യാപിറ്റൽ ഫോളോ ചെയ്യാറുള്ളൂ. കാരണം കോപ്പി ട്രേഡിങ് നടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബേസ് ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ 30,000 ഇപ്പോൾ ചെറിയ മാറ്റം വന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 60 ക്വാണ്ടിറ്റിയാണ് എടുക്കാൻ പറ്റിയതുള്ളൂ. 15 ക്വാണ്ടിറ്റി കൂട്ടി 75 എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നിഫ്റ്റി നാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 150 പീസും ബാങ്ക് നിഫ്റ്റി 75 പീസുമാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആണല്ലോ? എബോവ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് ബൈ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക കാണിച്ചു തരാം. ഉദാഹരണത്തിന് സെലക്ട് ചെയ്യുക, ബൈ എടുക്കുക, ഇങ്ങനെ വരും. മുകളിൽ ഒരു പ്രൈസ് കാണിക്കും. റെഗുലറിൽ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനാണ് മേടിക്കുക ചെയ്യുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും. എത്രക്ക് ഇപ്പോൾ 195 നടക്കാതുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് പ്രൈസ് ഇടാൻ പറ്റില്ല. കീപോട്ടേക്ക് 350 നമുക്ക് പ്രൈസ് ഇട്ട് വെക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേയാണ്. ഇന്ന് എടുത്തിട്ട് തന്നെ വിറ്റോളണം, ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് സെല് ചെയ്ത് പോകും. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റ് വരെ എന്നാണോ ആ എക്സ്പയറി ഡേറ്റ്, ആ ഡേറ്റ് വരെ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് വെക്കും. ഞാൻ എന്നും സജസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാറുള്ളതും ബ്രാക്കറ്റ് ഓർഡറിലാണ്. ബ്രാക്കറ്റ് ഓർഡറിൽ SL എടുക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് പോലെ 385 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 420 എബോവ് ആണ് ബൈ. അപ്പോൾ 420 എബോവ് ആകുമ്പോൾ പ്രൈസ് തൊട്ട് 420 കൊടുക്കുക. അപ്പോൾ 395 നടക്കുന്നത്, 97 നടന്നുകൊണ്ടിരിക്കുന്നത്, 420 കൊടുക്കുക. അതേ പ്രൈസ് തന്നെ ട്രിഗർ പ്രൈസിലും കൊടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 390 സ്റ്റോപ്പ് ലോസ് അല്ലേ? അത് ഞാൻ കാണിച്ചു തരാൻ മിനിറ്റ്. അറിയാത്ത അത് കഴിഞ്ഞു പോയി. ഞാൻ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് ആണ് കണ്ടില്ലേ, 420 ബൈ 390 സ്റ്റോപ്പ് ലോസ്. അത് 30 രൂപയാണ് നഷ്ടം ഞാൻ സഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. 20 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തത്. അങ്ങനെ ആയിരിക്കും 330-20 എൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസ് എന്നുള്ളിടത്ത് 390 കൊടുക്കേണ്ടത്, അവിടെ കൊടുക്കേണ്ടത് 30. ടാർഗറ്റ് എന്നുള്ളിടത്ത് 20 കൊടുക്കുക. അയ്യോ 440 എത്തി. ഈ റെക്കോർഡ് വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് സമയം കിട്ടില്ല എല്ലാത്തിനും കൂടെ. അതിൽ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർഡർ കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ മുകളിലേക്ക് ഉള്ള ഓർഡർ കാണിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടും നമുക്ക് ഓർഡർ കൊടുക്കാം. ബൈ ഓർഡർ ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ഇതിപ്പോൾ 456 നടന്നുകൊണ്ടിരിക്കുന്നത് ഓർഡർ സ്പെൻഡിങ്. ഇതിനിപ്പോൾ 420 കീപോട്ടേക്ക് വന്നാൽ ഇത് എക്സിക്യൂട്ട് ആവും. മുകളിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ പ്രൈസിൽ നമുക്കിതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ 465 നടക്കുന്നത്, ഞാൻ 420 എത്തിയാലാണ് എനിക്ക് എടുക്കേണ്ടത്. ആ 420 നിന്നും 20 പോയിൻറ്റ് ടാർഗറ്റും ആ 420 നിന്നും 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസുമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ചോടെ നിൽക്കുമ്പോൾ 390 350 നിൽക്കുന്ന നമുക്ക് മുകളിലുള്ള പ്രൈസിലും താഴെയുള്ള പ്രൈസിലും നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓർഡറിൽ വളരെ ശ്രദ്ധിച്ച് നല്ല സൂക്ഷിച്ച് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അവിടെ ടാർഗറ്റും കൊടുക്കുക, സ്റ്റോപ്പ് ലോസും കൊടുക്കുക. നേരെ മറിച്ചിട്ട് നമുക്ക് നോർമൽ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ കയറിയിട്ട് ടാർഗറ്റ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് പിന്നെ സെറ്റ് ചെയ്യണം, ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ 400 രൂപക്ക് മേടിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ 420 ടാർഗറ്റായി 420 മുകളിൽ ഞാൻ നിന്നോട്ടിരിക്കാൻ നമുക്ക് ടാർഗറ്റ് കൊടുക്കാം 420 എന്നുള്ളത്. അത് കീബോർഡ് വന്ന് 420 ദൂരിൽ നിന്നും ഒരു 380 300 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ടാർഗറ്റ് മാറ്റിയിട്ട് വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ബൈ എടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തന്നു.
ബ്രാക്കറ്റ് ഓർഡറിൽ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.